ഹായ്, നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായ ഒരു മഹാക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ അത്ഭുതകരമാണ് അവിടുത്തെ അറിവുകൾ. സമുദ്രത്തിന് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ്. സമുദ്രത്തിൻ്റെ തിരമാലകൾ പോലും ഒരു പരിധി കടക്കാൻ ഭയപ്പെടുന്ന ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ക്ഷേത്രത്തിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അതിര് കടലിന് കടക്കാൻ കഴിയേയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ അതിര് ഗുജറാത്തിൻ്റെ തീരത്ത് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന സോമനാഥ ക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ല, മറിച്ചോ ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതായ ഈ ക്ഷേത്രം എത്രയോ തവണ വിദേശ ആക്രമണകാരികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. അവർ തകർക്കപ്പെട്ടു. എന്നാൽ ഓരോ തവണയും അത് കൂടുതൽ പ്രൗഢിയോടെ കൂടുതൽ ഇതോടെ പുനർജനിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ക്ഷേത്ര പരിസരത്തെ ഒരു നിശ്ചിത രേഖ കടന്ന് കടൽ തിരമാലകൾ അകത്തേക്ക് വരില്ലെന്നത് ഭക്തരുടെ അചഞ്ചലമായ ഒരു വിശ്വാസമാണ്. അത് ആ ക്ഷേത്രത്തിനോടുള്ള അവരുടെ ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുകയാണ്. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള മഹാന്മാരുടെ ഉറച്ച ലീഡർഷിപ്പ് കാണാൻ കഴിയും. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതത്തിൻ്റെ സംസ്കാരം വീണ്ടെടുക്കുന്നതിനായി സുതാര്യമായ നടപടികളിലൂടെയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടത്. ഒരു കരുത്തുറ്റ ഗവൺമെൻറ് എങ്ങനെയാകണമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. ഇവിടുത്തെ ബാണസ്തംഭം വളരെ ശ്രദ്ധേയമാണ്. ഈ സ്തംഭത്തിൽ നിന്ന് തെക്കൻ ധ്രുവം വരെ ഒരു നേർരേഖയിൽ ഒരിടത്തും കരയില്ല എന്ന ശാസ്ത്രീയ സത്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികർ കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ നമ്മുടെ പൈതൃകത്തോടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. നമ്മുടെ പൈതൃകത്തോടുള്ള അക്കൗണ്ടബിലിറ്റിയാണ് കാണിക്കുന്നത്. ശക്തമായ ഒരു ഡെമോക്രസിയിൽ നമ്മുടെ വേരുകളെ സംരക്ഷിക്കുന്നത് ഏറ്റവും വലിയ പബ്ലിക് സർവീസാണ്, അല്ലേ? ഇന്ന് സോമനാഥ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ധാരാളം പേര് ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ട്. അതുവഴി നമ്മൾക്ക് ധാരാളം വരുമാനം കിട്ടുകയും അത് പല നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും കഴിയും. രാഷ്ട്രത്തിലെ പൊളിറ്റിക്സിന് അപ്പുറം ഈ പുണ്യഭൂമി നൽകുന്ന ശാന്തിയും ആത്മീയതയുമാണ് വളരെ എടുത്തു പറയാനുള്ള ഒരു കാര്യം. സമുദ്രത്തിൻ്റെ ഗർജനത്തിനിടയിലും ശാന്തമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ഭാരതീയരുടെ അതിജീവനത്തിൻ്റെ കഥയാണ് വിളിച്ചോതുന്നത്. കടൽ തിരമാലകൾ ഭഗവാന്റെ പാദങ്ങളിൽ വണങ്ങി തിരിച്ചു പോകുന്ന കാഴ്ച ഏതൊരു വിശ്വാസിയെയും ഭക്തി സാന്ദ്രമാക്കും. നമ്മൾ കോൾമേർ കൊണ്ടുപോകും. അറിയാതെ നമ്മുടെ ശരീരത്തിൽ കുളിരു പോരും ആ കാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ. തിരമാലകൾ വരികയും പോവുകയും ചെയ്യും. എന്നാൽ സോമനാഥൻ തൻ്റെ അന്തസ്സോടെയും പവിത്രതയോടെയും യുഗങ്ങളോളം ഇവിടെ നിലകൊള്ളും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പല പ്രാവശ്യം ഈ ക്ഷേത്രം തകർക്കപ്പെട്ടെങ്കിലും അതെല്ലാം വീണ്ടും അതിനെയെല്ലാം മാറ്റി കരുത്തോടെ ഈ ക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. ഇവിടെ ഇത് എന്നും നിലകൊള്ളും, യുഗങ്ങളോളം ഇവിടെ നിലകൊള്ളും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇങ്ങനെ ഈ ഒരു വാർത്ത ഞാൻ വായിക്കാനിടയായി. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.